പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെയും കാണാൻ വയ്യാതിരിക്കുന്ന സ്വർഗത്തിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിനും വെള്ളത്തിലുള്ളതിൻ്റെയും എല്ലാത്തിൻ്റെയും സ്രോതസ് അല്ലെ, സോഴ്സ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് അല്ലെ. അവന് വേണ്ടിയാണ് എല്ലാത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ വഴിയാണ്, അവൻ ത്രൂ ഹിം, ബൈ ഹിം, ഫോർ ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവനാണ്. വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അല്ലെ, ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യേശുവിനെ പറ്റിയാണ് പറയുന്നത്. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ നമ്മൾ അവനിലായിരുന്നെങ്കിൽ മാത്രമേ ജീവനുള്ളൂ അല്ലെ. നമ്മളോട് ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ ജീവനും എല്ലാം എന്തും കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന യേശുവിലാണ് അല്ലെ. ആ യേശുവിൽ അല്ല എങ്കിൽ അവനാണ് സോഴ്സ്, ജീവന്റെ സോഴ്സ്. അപ്പൊ അവൻ അല്ല എങ്കിൽ മനുഷ്യവർഗം ജീവൻ ഇല്ലാത്തവരാണ്. നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതും നമ്മളായിരിക്കുന്നതും യേശു ക്രിസ്തുവിലാണ് അല്ലെ. പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ അല്ല എങ്കിൽ ജീവനില്ലാത്ത വ്യക്തികളായിരിക്കും നമ്മൾ. അപ്പൊ അതാണ് ഇന്നത്തെ എനിക്ക് എന്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാത്ത സമയത്തിന് നന്ദി പറയുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു ബി എക്സോൾട്ടഡ്. കർത്താവെ, അങ്ങനെ പോലൊരു ദൈവമില്ല കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, എന്നും എപ്പോഴും കർത്താവ് ഞങ്ങൾ അങ്ങിൽ മാത്രമായിരിക്കട്ടെ. അങ്ങിൽ മാത്രമാണ് ജീവനുള്ള, അങ്ങ് മാത്രമാണ് ജീവൻ കർത്താവെ. താങ്ക് യു ജീസസ്. ആ ജീവൻ ഞങ്ങളുടെ ഉള്ളിലേക്കും പകർന്നു തന്നതിനാണ് നന്ദി പറയുന്നത് കർത്താവെ. ഒരു കാലത്ത് മരിച്ചവരായിരുന്നു കർത്താവ്, ഞങ്ങളുടെ പാപത്തിൽ മരിച്ചവരായിരുന്നവരെ കർത്താവ് ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവ് അങ്ങയുടെ ജീവൻ തന്നുകൊണ്ട് കർത്താവെ. മനുഷ്യന്റെ ജീവനല്ല തന്നിരിക്കുന്നത്, ആടത്തിന്റെ ജീവനല്ല തന്നിരിക്കുന്നത്, അങ്ങയുടെ ജീവൻ തന്നുകൊണ്ട്. പ്രേസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമേ. പിതാവേ, ഞങ്ങളോട് സംസാരിക്കണേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകാം. 17ാമത്തെ ചാപ്റ്റർ. പ്രവർത്തികളുടെ 17ാമത്തെ ചാപ്റ്ററിന്റെ 22 തൊട്ട് 31 വരെയുള്ള വാക്കുകൾ പൗലോസിന്റെ ഒരു പ്രസംഗമാണിത്. അദീനയിൽ ഏതൻസിൽ വെച്ച് സംസാരിക്കുന്ന അല്ലെ, ആളുകളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന കൗൺസിലിന്റെ എയറോപേജസ് എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് സംസാരിക്കുന്ന ഒരു പ്രസംഗം. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്ന പൗലോസ് അരിയോപഗ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേര പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ അതിഭക്തന്മാർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതിഭക്തം പറഞ്ഞാൽ ഒരുപാട് വിശ്വാസമുള്ളവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള അല്ലെ, മതപരമായിട്ട് താല്പര്യമുള്ള വ്യക്തികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം മതപരമായ കാര്യത്തിലായിരിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ദൈവത്തിലുള്ള വിശ്വാസം അല്ലെ. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം മതപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടും രണ്ടാണ് അല്ലെ. മതം നമ്മളെ വിശ്വാസം പഠിപ്പിക്കുന്നൊന്നുമില്ല. മതം നമ്മളെ എന്താ പറയണേ, ദൈവത്തെ വിശ്വസിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. മതം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക അല്ലെ, കുറെ റിച്വൽസ് പോലെ ചെയ്തു കൂട്ടുക. അത് മാത്രമാണ്. അത് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ പറയുക, ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാകും, ദൈവത്തിന്റെ പ്രീതി നമുക്ക് കിട്ടും എന്നൊക്കെ എന്നുള്ള രീതിയിൽ കാണുന്നു നമ്മൾക്ക് റിലീജിയൻ അല്ലെ, മതങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് തന്നെയായിരുന്നല്ലോ ജൂതന്മാരുടെ പ്രശ്നം അല്ലെ, ജ്യൂസിന്റെ പ്രശ്നം അത് തന്നെയായിരുന്നു. അവര് ആ ദൈവം കൊടുത്ത ലോ അല്ലെ, ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളെല്ലാം വള്ളിപ്പുള്ളി വിടാതെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു റോമർക്കെഴുതിയ ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്ററിൽ, ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നില്ല, റൈച്ചസ് ആകുന്നില്ല അല്ലെ. റൈച്ചസ്നെസ് വരുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട്, യേശുവിന്റെ ഗ്രേസ് കൊണ്ട് മാത്രമാണ്. അതൊരു ഫ്രീ ഗിഫ്റ്റ് ആണ് അല്ലെ. അല്ലാതെ ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ന്യായപ്രമാണം നമ്മോട് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ പാപമുണ്ട് അല്ലെ, നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട് എന്ന് മാത്രമാണ്. ഇനി 23ാമത്തെ വാക്കോട്ട് പറയുവാണെങ്കിൽ, ഞാൻ ചുറ്റും നടന്ന് നിങ്ങളുടെ പൂജാസ്ഥലങ്ങൾ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നുമില്ല. ദൈവം അല്ലെ, പരമോന്നതനായ ദൈവത്തെ പറ്റിയാണ് പറയുന്നത്. മനുഷ്യർ പല രീതിയിൽ ദൈവത്തെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. പല രീതിയിൽ എന്താ പറയുക, പല മതങ്ങൾ പഠിപ്പിക്കുന്ന പലതരത്തിലുള്ള ദൈവങ്ങൾ ഉണ്ടെന്നുള്ളത് അല്ലെ. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദേവന്മാരും ദേവിമാരും ഉണ്ട് അല്ലെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് എന്ന് പറയുന്നത്, പിന്നെ മുഹമ്മദ് കൂടെയുണ്ട്. അങ്ങനെ എന്താ പറഞ്ഞ
അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് മനുഷ്യവർഗത്തെ സ്നേഹിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം മാത്രമുള്ളൂ എന്നാണ് പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കാൻ സാധിക്കത്തില്ല, അല്ലെ? എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളെ ശുശ്രൂഷ ആവശ്യമില്ല. ഒന്നും ദൈവം ആവശ്യപ്പെടും, നമ്മുടെ ഹൃദയമല്ല വേറൊന്നും നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്നില്ല, അല്ലെ? കാരണം മനുഷ്യൻ എത്രമാത്രം കൊടുത്താലും കൊടുക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണ്, അല്ലെ? ഈ ഭൂമിയും ലോകവും എല്ലാം, ഭൂമിയിലുള്ളതും അതിന്റെ അകത്തുള്ള സകല സൃഷ്ടിയും എല്ലാം ദൈവത്തിന് തന്നെയാണ് സങ്കീർത്തനം 24 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളുടെ എന്താ പറയാ കൈകൊണ്ട് എന്തും നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റും. ദൈവത്തിൻ്റെതാണ് എല്ലാം, അല്ലെ? നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല. പക്ഷെ എന്നാലും മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ജീവിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വന്നതിന്റെ കാര്യം, അല്ലെ? 26ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ, അല്ലെ? മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ താല്പര്യപ്പെടുന്നവനാണ് നമ്മുടെ ദൈവം, അല്ലെ? ആ ദൈവത്തിന് ഒറ്റ പേരുള്ളൂ, യേശു ക്രിസ്തു, അല്ലെ? അപ്പൊ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നത് ബൈബിൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ബൈബിളിലല്ലാത്ത മനുഷ്യര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരു മതക്കാര് പറയുന്ന, മുസ്ലിങ്ങൾ പറയുന്നത് യേശു വെറും ഒരു പ്രോഫറ്റ് മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ബാക്കിയുള്ള മതക്കാര് പറയുന്നത് പല ദൈവങ്ങളും, ഒരാളെ യേശുക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ബൈബിളിലും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടാവായ ദൈവത്തിന്റെ ഇമേജാണ്, പ്രതിമയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇമേജ് ആണ്, എക്സ്പ്രസ് ഇമേജ് ആണ് ജീസസ് ക്രൈസ്റ്റ്. മനുഷ്യന് സ്പിരിറ്റ് ആയിരിക്കുന്ന ദൈവവും മനുഷ്യനും തമ്മിൽ കണക്ഷൻ ഇല്ല, അല്ലെ? അവർക്ക് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. റിലേറ്റ് ചെയ്യുന്നല്ല, മനുഷ്യന് സ്പിരിറ്റ് ആയിരിക്കുന്ന ദൈവത്തെ യേശുക്രിസ്തു പറഞ്ഞ് ദൈവം സ്പിരിറ്റ് ആണ്, അല്ലെ? ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന സത്യത്തിലും ആത്മാവിലും വർഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ദൈവം ആത്മാവാണ്. അപ്പൊ ആത്മാവായിരിക്കുന്ന ദൈവത്തെ മനുഷ്യന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന് മനുഷ്യന്റെ രൂപം ഉണ്ടായേ സാധിക്കത്തുള്ളൂ, അല്ലെ? നമ്മൾക്ക് ദൈവവുമായിട്ട് എന്താ പറയാ, നമുക്ക് ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ, ദൈവം നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലും ഒരു ആത്മാവിന് അത് എന്താ പറയാ ആത്മാവ് എന്നെ മനസ്സിലാക്കുമെന്ന് ഒന്ന് വിശ്വസിക്കാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെ, മനുഷ്യ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് യേശു ക്രിസ്തു വന്നതിന്റെ കാര്യം, അല്ലെ? നമ്മൾ റിലേറ്റ് ചെയ്യണം യേശുവായിട്ട്, അല്ലെ? അതുകൊണ്ട് മാത്രം ഇപ്പൊ നസറേയക്കാരന്റെ യേശു എന്ന് പറയുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നസറേയക്കാരനായ യേശു ക്രിസ്തു, അല്ലെ, നമ്മള് അനുഭവിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ അനുഭവിച്ചു, എല്ലാ ടൈപ്പ് ഓഫ് ടെംപ്റ്റേഷനിൽ കൂടെ കടന്നുപോയി, എല്ലാ വേദനയിൽ കൂടെ കടന്നുപോയി, അല്ലെ? എല്ലാ ഇൻസൾട്ടുകളിൽ കൂടെ കടന്നുപോയി, അല്ലെ? ഇല്ലായ്മയെ കൂടെ കടന്നുപോയി. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, നസറേയനായ യേശുവിന് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലെ? നമ്മളുടെ വേദനകളെ മനസ്സിലാക്കാൻ സാധിക്കും, കാരണം അവൻ വേദനിച്ചവനാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, മനുഷ്യന് റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെ? ഇവിടെ ഇങ്ങനെ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പൊ ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുവനിൽ നിന്ന് എന്ന് പറയുന്നത് ആടത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇവിടെ പറയുന്നത് ആ ഒരുവൻ എന്ന് പറയുന്നത് ആടത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെ? ആദത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് യേശുവിൽ നിന്നാണ്, അല്ലെ? സകലത്തിന്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ലോകാരംഭം തൊട്ടേ അറുക്കപ്പെട്ട കുഞ്ഞാട്, അല്ലെ? ചില ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ലോകാരംഭത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ലോകാരംഭത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്തിനാണ് അറുക്കപ്പെട്ടത്? കാരണം അവന്റെ രക്തത്തിൽ നിന്നാണ് മനുഷ്യവർഗത്തെയും സകലതിനെയും കാണുന്നത്. നമ്മൾ ഇന്ന് കാണുന്നതിനെയും കാണാതിരിക്കുന്നതിനെയും സകലതിനെയും, അല്ലെ, ആകാശത്തെയും ഭൂമിയെയും സകലതിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനിൽ നിന്നാണ്. അവന്റെ മരണം അനിവാര്യമായിരുന്നു, അല്ലെ? അവന്റെ മരണം കൊണ്ട് മാത്രമേ ഏതൊരു കാര്യമല്ല അത് ജനിക്കത്തുള്ളൂ, അല്ലെ? അതുകൊണ്ട് ഇതാണ് ക്രോസ് ഓഫ് കാൽവറി മരിച്ചതിന്റെ കാര്യം, അല്ലെ? കാരണം അവനിൽ നമ്മൾ വിശ്വസിക്കും. ക്രോസ് ഓഫ് കാൽവറി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനും നമ്മൾ
നമ്മൾ വിശ്വസിക്കുമ്പോൾ അല്ലെ, നമ്മൾ പഴയതെല്ലാം പോയി പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടി സംഭവിക്കുന്ന യേശുവിൽ നിന്ന് മാത്രമാണ്. അവന്റെ രക്തത്തിൽ നിന്ന് മാത്രമേ സൃഷ്ടി എന്താ പറയാ ഹാപ്പൻ ചെയ്യത്തുള്ളൂ, സംഭവിക്കത്തുള്ളൂ അല്ലെ. സൃഷ്ടിക്കാൻ എന്തൊരു വസ്തുവിനെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അത് യേശുക്രിസ്തു വഴി മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മളൊക്കെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യേശുക്രിസ്തു, വേർഡ് ഓഫ് ഗോഡ് അല്ലെ, ദൈവത്തിന്റെ വചനം. അവൻ വചനമാണ്, ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടൊപ്പം എന്ന്, വചനം ദൈവമായിരുന്നു, ആ വചനത്തിന്റെ പേരാണ് യേശുക്രിസ്തു അല്ലെ. ആ യേശുക്രിസ്തു വഴിയാണ് നമ്മൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭൂതലം മൊത്തം തിങ്ങി പാർക്കുന്നതിന് വേണ്ടി അല്ലെ, ഒരുവനിൽ നിന്ന് എന്ന് പറയുമ്പോൾ യേശുവിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. ദൈവം ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്ന് അകന്നിരിക്കുന്നവനല്ല അല്ലെ. ദൈവത്തിന് അകന്നിരിക്കാൻ താല്പര്യമുള്ള, ദൈവത്തിന്റെ മനസ്സ് അങ്ങനെയല്ല, നമ്മളുടെ ഒപ്പമായിരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ തപ്പി നോക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെർച്ച് ചെയ്യുമോ അല്ല, അന്വേഷിക്കുമോ, ദൈവത്തെ അന്വേഷിക്കുമോ എന്ന്, അന്വേഷിച്ച് കണ്ടെത്തുമോ, കണ്ടെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അന്വേഷിച്ചാൽ നമ്മൾ അവനെ കണ്ടെത്തുക തന്നെ. അപ്പൊ മനുഷ്യര് ദൈവത്തെ അന്വേഷിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ദൈവമാണ് അല്ലെ നമ്മളുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വെറുതെ അന്വേഷിച്ചിട്ടും കണ്ടെത്താതിരിക്കുന്ന തരത്തിലുള്ള ദൈവമല്ല നമ്മുടെ ദൈവം അല്ലെ. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ആൻസർ കിട്ടാത്ത പല ദൈവങ്ങളെ പറ്റി നമുക്കറിയാം അല്ലെ. നേരത്തെയൊക്കെ എന്താ പറയുക, എന്നെ പോലുള്ളവരൊക്കെ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നൊന്നുമല്ല. പക്ഷെ അവിടെയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോഴും അതിനൊന്നും ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് കണ്ടിരിക്കുന്നത്, അനുഭവിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവം യേശുക്രിസ്തു അങ്ങനെയല്ല. വിളിച്ചാൽ വിളിക്കുന്നിടത്ത് ഉള്ള ദൈവം അല്ലെ. നമ്മൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവൻ ആ ദൈവം അല്ലെ. നമ്മളെ അനാഥരാക്കി വിടാതിരിക്കുന്നതിന് വേണ്ടി ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമ്മുടെ ഉള്ളില് വസിപ്പിച്ച ദൈവം അല്ലെ. നമ്മളെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആലയങ്ങളാക്കി തീർത്ത ദൈവം, അതാണ് യേശുക്രിസ്തു അല്ലെ. ഹോളി ഓഫ് ഹോളീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിരിറ്റ് ആണ് അല്ലെ. ഏറ്റവും പരിശുദ്ധമായ ടബർനാക്കിൾ 3 ഏരിയ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ഔട്ടർ കോട്ട്, പിന്നെ ഹോളി സ്ഥലം, പിന്നെ ഹോളി ഓഫ് ഹോളീസ് പറഞ്ഞു. അപ്പൊ ഹോളി ഓഫ് ഹോളീസ് നമ്മുടെ സ്പിരിറ്റ് ആണ് അല്ലെ. അവിടെ ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കും. നമ്മൾ അനാഥരാക്കി വിടരുത്. ദൈവത്തിന്റെ ഒത്തിരി അടുത്തായിരിക്കണം മനുഷ്യവർഗം. അതിനു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ദൈവം ഇങ്ങനെ പറയുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി എന്നൊക്കെ പറയുന്നത് മനുഷ്യജാതിയെ പറ്റിയാണ് പറയുന്നത്, ക്രിസ്ത്യാനികളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ നിവാസത്തിൽ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പിനോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികളെ പറ്റി മാത്രമല്ല പറഞ്ഞു, യേശുക്രിസ്തു വിശ്വസിക്കുന്നവർ തന്നെ പറ്റി മാത്രമല്ല പറഞ്ഞു, മനുഷ്യവർഗത്തെ പറ്റി മൊത്തം പറഞ്ഞിരിക്കുന്നത് അല്ലെ. മനുഷ്യവർഗം മൊത്തം അവനിലായിരിക്കണമെന്നാണ് യേശുക്രിസ്തു അവനിലായിരുന്നു, നമ്മളെല്ലാവരും അവനിലായിരുന്നു. പിന്നെ പാപം കൊണ്ട് അകന്നു പോയതാണ് അല്ലെ. ഇനി ഇങ്ങനെ ഇവിടെ പറഞ്ഞേക്കുന്നത് 28 പറഞ്ഞിരിക്കുക, അവനല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പം കൊണ്ട് കുത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതില്ല അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, നമ്മളുടെ ജീവൻ നമ്മളുടെ നടപ്പ് അല്ലെ, എന്താ പറയുക, നമ്മളായിരിക്കുന്നത് എല്ലാം യേശുക്രിസ്തു ആണ് അല്ലെ. യേശുക്രിസ്തു ആണ് എല്ലാത്തിനും സോഴ്സ് എങ്കിൽ നമുക്കറിയാം. കൊളോസ്യർക്ക് ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിലും പോൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം യേശുവിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ എല്ലാം യേശു അടങ്ങിയിരിക്കുന്നു പറയുമ്പോൾ നമ്മളും യേശുവിലാണെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ ഒന്ന് വിചാരിക്കും, മനുഷ്യവർഗത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിലാണ് അല്ലെ. യേശുവാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ. പക്ഷെ പാപം എന്ത് ചെയ്യിപ്പിക്കും? സൃഷ്ടമായ ദൈവത്തിൽ നിന്ന് അല്ലെ, ഹോളിയായിരിക്കും ദൈവത്തിൽ നിന്ന് പാപം മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. അവനാണ് പ്രകാശത്തിന്റെ സോഴ്സ്. അവന്റെ ജീവിതം കൊണ്ടാണ് നമ്മൾക്ക് പ്രകാശമുള്ള. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാമത്തെ ചാപ്റ്റർ 4-ാമത്തെ വാക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ ജീവിതമാണ്, ജീവനാണ് നമ്മളുടെ പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രകാശത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന അവനാണെങ്കിൽ, ജീവന്റെ സോഴ്സ് എന്ന് പറയുന്ന അവനാണെങ്കിൽ, നമ്മുടെ ജീവനും നമ്മളുടെ നടപ്പും നമ്മളായിരിക്കുന്നതും എക്സിസ്റ്റ് ചെയ്യുന്നതും എല്ലാം യേശുവിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യവർഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്.
പാപം കൊണ്ട് നമ്മൾ അവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്ക്. ഒരു പ്രകാശത്തിന്റെ സോഴ്സ് ഉള്ളപ്പം ഒരു ട്യൂബ് ലൈറ്റ് ആണ് പ്രകാശത്തിന്റെ സോഴ്സ് എങ്കിൽ അത് ഒരു മുറിയിലായിരിക്കുമ്പോൾ അത് നല്ല പ്രകാശപൂരിതമായിരിക്കും അല്ലെ. ആ സോഴ്സിലേക്ക് നമ്മൾ അടുത്തായിരിക്കുമ്പോൾ ട്യൂബ് ലൈറ്റിന്റെ അടുത്തായിരിക്കുമ്പോൾ നമുക്ക് ആ ഏറ്റവും അടുത്തിരിക്കുന്ന ആ സ്ഥലത്തായിരിക്കും ഏറ്റവും അധികം ഇന്റൻസിറ്റി ലൈറ്റിനുള്ളത് അല്ലെ. ഏറ്റവും പ്രകാശപൂരിതമായിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ട്യൂബ് ലൈറ്റിന്റെ അല്ലെങ്കിൽ സോഴ്സിന്റെ അടുത്തിരിക്കുമ്പോഴേക്കും അല്ലെ നമ്മൾ അതിൽ നിന്ന് അകന്നു പോകുന്തോറും അതിന് ഇന്റൻസിറ്റി ലൈറ്റിന്റെ ആ ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും. വേറെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ലൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പോലും നിർബന്ധമില്ല. അതുപോലെയാണ് എല്ലാ വ്യക്തികളെയും മനുഷ്യവർഗത്തെ മൊത്തം ചരാചരങ്ങൾ അല്ലെ ജീവികളെ കംപ്ലീറ്റ്ലി ലോകത്തെയും ഭൂമിയെയും സകലതിനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന സകല ഗ്രഹങ്ങളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് യേശുവിലാണ് അല്ലെ. അപ്പൊ നമ്മൾ പാപം നിമിത്തം നമ്മൾ യേശുവിൽ നിന്ന് പോകുമ്പോൾ യേശുവാണ് ജീവനെങ്കിൽ ജീവന്റെ സോഴ്സിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ അവിടെ ജീവനില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ. നമ്മൾ എത്രമാത്രം യേശുവിൽ നിന്ന് അകലത്തിലാണോ അത്രമാത്രം നമ്മൾ ജീവനില്ലാത്ത വ്യക്തികളാണ് എന്നാണ് പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു മർമ്മമാണ് അല്ലെ. മനുഷ്യവർഗം മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അല്ലെ. പലതരത്തിലുള്ള ദേവന്മാരെ ആരാധിക്കാൻ പോകുമ്പോ അല്ലെ അവര് ബ്ലൈൻഡ് ആക്കപ്പെട്ടിരിക്കും. ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യരിലെ 4 ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന്റെ നാഥൻ അതായത് പിശാച് മനുഷ്യരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ അടച്ചിരിക്കുക, ബ്ലൈൻഡ് ആക്കിയിരിക്കുക അല്ലെ. നാം ബ്ലൈൻഡ് ആയിരിക്കുന്നത് കൊണ്ട് പ്രകാശത്തിന്റെ സോഴ്സ് അല്ലെ, പ്രകാശത്തിന്റെ ഉറവിടം കാണാൻ സാധിക്കുന്നില്ല അല്ലെ. 28ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, അവരെല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അല്ലെ. അവനിലാണെങ്കിൽ മാത്രമേ ജീവനുള്ളൂ, അവനിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ നമ്മൾ ചെയ്യുന്നതിന് അർത്ഥമുള്ളൂ അല്ലെ. നമ്മളായിരിക്കുന്നത് അവനിലാണ്, യേശുക്രിസ്തുവിലാണ് അല്ലെ. അപ്പൊ നമ്മള് യേശു അല്ല എങ്കിൽ അല്ലെ നമ്മള് മനുഷ്യവർഗം മൊത്തം എന്താ പറയാ അവര് എന്താ പറയുക യേശുവിന്റെ കൈകളിലല്ല എങ്കിൽ, യേശുവിൽ അല്ല അവരുടെ ജീവിതമെങ്കിൽ, യേശുവിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതമല്ല എങ്കിൽ അവർക്ക് ജീവിതമില്ല, ജീവനില്ല അവരിൽ. കാരണം അവനാണ് സോഴ്സ്, ജീവന്റെ സോഴ്സ്. നമ്മുടെ ജീവനും ജീവിതവും നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതും എല്ലാം ചെയ്യുന്നതും അവനിൽ തന്നെ മാത്രമുള്ളൂ, അവിടെ മാത്രമേ ഉള്ളൂ അല്ലെ. ബാക്കി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നില്ല, നമ്മൾ ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അത് വാസ്തവം. പക്ഷെ നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ നമ്മളുടെ എന്താ പറയുക നാശത്തിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യര് ഒരു തീരുമാനം എടുക്കണം, യേശുവിന്റെ ഒപ്പം ആയിരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അല്ലെ. അതനുസരിച്ച് നമ്മള് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഇവിടെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്തിരിക്കുന്നത് അല്ലെ, കണ്ടിന്യൂ ചെയ്യുന്നത് മരണത്തിന് ശേഷം അല്ലെ. അഡ്രസ്സ് മാറുന്നേ ഉള്ളൂ. ലോകത്തിലായിരുന്ന അഡ്രസ്സ് പിന്നെ സ്വർഗത്തിന്റെ പേരിലായിരിക്കുന്നേ ഉള്ളൂ അല്ലെ. യേശുവിന് മറിഞ്ഞിരിക്കുന്ന വ്യക്തികളായിരിക്കും മരണത്തിന് ശേഷം എന്നുള്ള. യേശു വരുമ്പോൾ തിരിച്ച് ലോകത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ഒപ്പം വരുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ദൈവത്തിന്റെ യേശുക്രിസ്തുവിൽ നിന്നും എന്താ പറയുക ഒരുപാട് ദൂരത്തിലായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ദൂരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവനിൽ നിന്നാണ് പോകുന്നത് അല്ലെ. പ്രകാശത്തിന്റെ ആ സോഴ്സ് എന്ന ഉറവിടത്തിൽ നിന്നാണ് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ അത് എത്തിപ്പെടുന്നത് പ്രകാശത്തിന്റെ ഉറവിടം തന്നെ. അതൊരു ട്യൂബ് ലൈറ്റ് ആണ് ഈ പ്രകാശത്തിന്റെ ഉത്ഭവം എന്ന് വിചാരിച്ചു അല്ലെ. അതിന്റെ സോഴ്സ് എന്ന് വെച്ചിട്ടുമ്പോ അതിൽ നിന്ന് നമ്മള് പയ്യെ മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ ചെന്നെത്തുന്ന എവിടെയോ പ്രകാശമില്ലാത്തൊരു ഏരിയയിലാണ് അല്ലെ. അത് തന്നെയാണ് മനുഷ്യവർഗത്തിനെ സംബന്ധിച്ചത്. അവന്റെ ജീവനാണെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ജീവനാണെങ്കിൽ, അവന്റെ ജീവിതമാണ് നമ്മുടെ പ്രകാശമെങ്കിൽ, നമ്മൾ ആ പ്രകാശത്തിന്റെ സോഴ്സിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ പയ്യെ ചെന്നെത്തുന്നത് ഇരുട്ടിന്റെ സോഴ്സിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരാഗ്രഹം അല്ലെ. ആത്മാവിന്റെ കാരാഗ്രഹത്തിലായിരിക്കും ചെന്നെത്തുന്നത്, അതായത് പാതാളം. അവിടുന്ന് പിന്നെ നിത്യനരകത്തിലേക്ക് ആയിരിക്കും ചെന്നപ്പെട്ടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുക, 28ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, അവനല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ടും കൊത്തിത്തീർക്കുന്ന പൊൻവെള്ളി കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതില്ല അല്ലെ. അപ്പോ ഏതെങ്കിലും വിശ്വാസികളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവരോട് പോൾ പറയുക, മനുഷ്യനെ നിങ്ങളുടെ തന്നെ കവികളൊക്കെ പറഞ്ഞ ഇങ്ങനെയാണ്, നമ്മള് ദൈവത്തിന്റെ സന്തതികൾ എന്നാണ് അല്ലെ. അങ്ങനെയാകുമ്പോ ദൈവത്തിന്റെ സന്തതികളാകുമ്പോ നമുക്കറിയാം ജനസസിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് 1ാമത്തെ ചാപ്റ്ററിൽ ദൈവം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നമുക്ക്
നമ്മളുടെ ഇമേജിൽ അവർ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. ദൈവത്തിന്റെ ഇമേജിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഇമേജ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒരൊറ്റ ഇമേജേ ഉള്ളൂ അല്ലെ. ആത്മാവായ ദൈവത്തിന്റെ ഇമേജ് എന്ന് പറഞ്ഞ ഏതാ? യേശു ക്രിസ്തു അല്ലെ. ഹോളിസ്പിരിറ്റ് ഗോഡ് സ്പിരിറ്റ് ആണ് അല്ലെ. അപ്പോ ഈ സ്പിരിറ്റ്, പിതാവ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ആത്മാവാണ്. ഈ ആത്മാവിന് ആകപ്പാ എന്താ പറയാ, ദൈവം തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ കാണിച്ചിരിക്കുന്നതാണ് സ്വരൂപം ആണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ മനുഷ്യന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുക എന്ന് ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവം ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തെ നമ്മളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം കല്ലും മണ്ണും കൊണ്ടല്ല ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. ഒന്നാമത് കല്ലും മണ്ണും ആണെങ്കിൽ, വിഗ്രഹങ്ങളാണെങ്കിൽ ദൈവമെങ്കിൽ ആ വിഗ്രഹങ്ങൾക്ക് എങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റും അല്ലെ. സ്വന്തം ഇമേജിൽ എങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കും അല്ലെ. വിഗ്രഹങ്ങൾക്ക് എവിടുന്നാണ് വിഗ്രഹങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്നിട്ടും കൂടിയാണ് നമ്മൾ ഓരോ വിഗ്രഹങ്ങളുടെ ചുറ്റും നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നേരത്തെ കാലത്തൊക്കെ അല്ലെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കുത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവ കൊണ്ട് സദൃശ്യം എന്നും നിരൂപിക്കേണ്ടതില്ല. എന്നാൽ അറിയായികയുടെ കാലങ്ങൾ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസ്സാന്തരപ്പെടേണ്ടതിന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് കൊണ്ട് എല്ലാവരും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയും പറഞ്ഞിരിക്കുന്നു അല്ലെ. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ജീവനായിട്ട് വേണ്ടി. താൻ നിശ്ചയിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ാൽ എല്ലാവരും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു അല്ലെ. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു അല്ലെ. ഒന്നാമത് നമ്മുടെ സൃഷ്ടിക്ക് വേണ്ടി അല്ലെ. പിന്നെ ഈ മാനവരാശിനെ എന്താ പറയുന്നത്, ന്യായം വിധിക്കുന്നതിന് വേണ്ടി അല്ലെ. കല്ലും മരവും കൊണ്ട് അല്ല ദൈവം തന്നെ. ദൈവം എന്ന് പറഞ്ഞാൽ കല്ലും മരവുമല്ല. ദൈവം കല്ലും മരവുമാണ്, നമ്മളും അതുപോലെ കല്ലും മരവുമായിരിക്കും അല്ലെ. ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്, സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ. ദൈവത്തെ പോലെ ആക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പോ ദൈവത്തിന്റെ മക്കളായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രോസ് ഓഫ് കാൽവറി ദൈവം യേശുക്രിസ്തു ചെയ്തു തന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിയാം, ഗാർഡൻ ഓഫ് ഈഡൻ ആ തോട്ടത്തിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി അല്ലെ, ആ ഗ്ലോറിയെ നമുക്ക് തിരിച്ചു തരുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചത് അല്ലെ. നമുക്കറിയാം, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോ തന്റെ ഗ്ലോറി, തന്റെ മഹിമ വേണ്ടെന്ന് വെച്ചിട്ടാണ് വന്നത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 17ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 5ാമത്തെ വാക്കിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാവിനോട് പറയുക, പിതാവെ എന്നെ മഹത്വപ്പെടുത്തണം, എനിക്കുണ്ടായിരുന്ന ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന മഹത്വം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തണം. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി മഹത്വത്തിന് അല്ലെ. യേശുക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തുണ്ടായ സമയത്ത് യേശുവിന്റെ മഹത്വത്തിന് ഗ്ലോറിക്ക് എന്തായിരുന്നു പ്രശ്നം പറ്റിയിരുന്നത്? ആ ഗ്ലോറി സ്വർഗത്തിൽ വെച്ചിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ മനുഷ്യനായിട്ട് ഗ്ലോറി ഇല്ലാത്ത രൂപത്തിലാണ് യേശുക്രിസ്തു ലോകത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ. അത് നമ്മൾക്ക് വേണ്ടിയാണ് അല്ലെ. നമ്മളെ ഗ്ലോറിയോട് കൂടിയാണ് സൃഷ്ടിച്ചിരുന്നത് ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് അല്ലെ. അവിടെ തെറ്റ് പാപം ചെയ്തു പോയപ്പോ വീണുപോയ ഗ്ലോറി അല്ലെ. അപ്പൊ നമുക്കൊരു റോമക്കരുടെ ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ദൈവത്തിന്റെ ആ ഗ്ലോറിയിൽ നിന്ന് അല്ലെ, ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞത്. അത് എന്താ പറയുക, നമുക്കുണ്ടായിരുന്ന ഗ്ലോറിയിൽ നമ്മൾ വീണു പോയ വ്യക്തികളാണ് അല്ലെ. പക്ഷെ ആ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്ലോറി തിരിച്ചു തരുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു അല്ലെ. നമ്മൾക്ക് ജീവൻ തരുന്നതിന് വേണ്ടി, നമുക്ക് ജീവൻ തരുന്നതിന് വേണ്ടി. അപ്പൊ ആദവും ഈവവും പാപം ചെയ്തപ്പോ നഷ്ടപ്പെട്ടു പോയത് അവരുടെ ഗ്ലോറി തന്നെയല്ല, അവരുടെ ജീവനും കൂടെ, മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്തിരുന്ന ജീവനും കൂടിയാണ് നഷ്ടപ്പെട്ടു പോയത് അല്ലെ. അപ്പൊ ആ ജീവനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, മരിക്കുകയും ചെയ്തത്. അപ്പൊ ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളെ പറ്റിയല്ല, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ. എല്ലാവരെയും പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം ആയിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ദൈവം എന്താ പറയുക, നമ്മൾ അറിവില്ലാത്ത കാലങ്ങൾ, നമ്മൾ അറിവില്ലാത്ത പല കാര്യങ്ങളും, ഇപ്പൊ വിശ്വസിക്കുന്നവരാരും വിശ്വസിക്കാതിരിക്കുന്ന വ്യക്തികളാണെങ്കിലും അറിവില്ലാതെ അറിവില്ലായിരുന്ന കാലത്ത് ചെയ്തു കൂട്ടിയ എല്ലാ കാര്യത്തിലും അല്ലെ ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ചു ചെല്ലാൻ നമ്മളും തയ്യാറാണെങ്കിൽ
അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യനിൽ നിന്ന് അല്ലെ, യേശുവിൽ നിന്ന്, യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. എല്ലാ സകല എന്താ പറയാ ചരാചരങ്ങളെ സൃഷ്ടിച്ചു. നമ്മൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ അവനിൽ മാത്രമേ നമുക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. കാരണം അവൻ മാത്രമാണ് സോഴ്സ്. അവനിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്തോറും നമ്മൾക്ക് എന്താ പറയുക ജീവനില്ല അല്ലെ. ജീവന്റെ സോഴ്സിൽ നിന്ന് അകന്നു പോകുന്നതോറും നമുക്ക് ജീവനില്ല. അവനാണ് പ്രകാശം. ഒരു കാലത്ത് നമ്മുടെ ഉള്ളു മൊത്തം ഇരുട്ടായിരുന്നു അല്ലെ. നമ്മൾ ഇരുട്ടിലായിരുന്നു, ഉള്ളു മൊത്തം ഇരുട്ടായിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ ജീവൻ, പുതിയ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. വിശ്വസിക്കാതിരിക്കുന്ന വ്യക്തികളോട് ഇങ്ങനെ പറയുവാണ്, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങൾ ജീവനിൽ നിന്ന്, ജീവന്റെ ഒഴുക്കിൽ നിന്ന് അല്ലെ, പ്രകാശത്തിൽ നിന്നാണ് അകന്നു മാറിയിരിക്കുന്നത്. നിങ്ങൾ എന്നിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ജീവൻ ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ജീവനെ തന്നെ പണിത് ഉയർത്തുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അതല്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതാണ് എനിക്കിത് പറയാനുള്ളത്. ദൈവത്തെ ഒരിക്കൽ പോലും കല്ലും മണ്ണുമായിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്കറിയത്തില്ല ഞാൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന കല്ലും മണ്ണുമല്ല ദൈവം അല്ലെ. കല്ലും മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളല്ല, വിഗ്രഹമല്ല ദൈവം. ദൈവത്തിന് സംസാരിക്കാൻ സാധിക്കും. ദൈവം ജീവിക്കുന്ന, യേശുക്രിസ്തു ജീവിക്കുന്നവനാണ് അല്ലെ. യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നവനാണ്. അതെങ്ങനെയാണ് പിന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്? മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങൾ അല്ലെ, കല്ലുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളാണ് ദൈവമെന്ന് നമുക്ക് എങ്ങനെ വിചാരിക്കാൻ സാധിക്കുന്നു അല്ലെ. പക്ഷെ അതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. അപ്പൊ ദൈവം പറയോടെ എന്നെ സെർച്ച് ചെയ്യുന്നതിന് അല്ലെ, തന്നെ സെർച്ച് ചെയ്യുന്നതിന് താല്പര്യപ്പെടുന്ന ദൈവമാണ് യേശുക്രിസ്തു അല്ലെ. അവനിലാണ് നമ്മളുടെ ജീവൻ, അവനിലാണ് നമ്മളുടെ എല്ലാം അല്ലെ, നമ്മളുടെ നടപ്പ്, നമ്മളുടെ ജീവിതം അല്ലെ. അവനിലാണ് നമ്മളുടെ എന്താ പറയുക നമ്മളായിരിക്കുന്നത് അല്ല. മനുഷ്യവർഗം അവനിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മളായിരിക്കണമെങ്കിൽ, നമുക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ അവനിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. പോൾ വഴി പ്രസംഗം ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലെ. നിങ്ങൾ യേശുവിൽ അല്ലായെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല, നിങ്ങൾക്ക് ജീവിതവുമില്ല. നിങ്ങളുടെ ഉള്ളു മൊത്തം ഡാർക്കായിരിക്കും. നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യുവാണ് ഇങ്ങോട്ട് മരണത്തിലേക്ക്. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അല്ലെ. അപ്പൊ റിപ്പന്റ് ചെയ്ത്, പഴയ കാലത്ത് പലതും നമ്മൾ ചെയ്തു, പഴയ കാലത്ത് നമുക്ക് ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് റിപ്പന്റ് ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. റിപ്പന്റ് ചെയ്ത് തിരിച്ചു വരിക. ആരെങ്കിലും ഒക്കെ പാവത്തിന്റെ പിടിയിലാണ് അങ്ങനെ ആണെങ്കിൽ റിപ്പന്റ് ചെയ്ത് തിരിച്ച് ദൈവത്തിലേക്ക് വരെ. കാരണം യേശുക്രിസ്തുവിൽ മാത്രമേ ജീവനുള്ളൂ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള. അപ്പം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. ഹല്ലേലൂയ. അപ്പൊ അങ്ങ് മാത്രമാണ് ജീവനുള്ളത് കർത്താവ്. അങ്ങ് മാത്രമാണ് ജീവന്റെ സോഴ്സ് കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അപ്പൊ ഞങ്ങൾ അങ്ങിലായിരിക്കട്ടെ കർത്താവ്. സകല ബ്ലെസ്സിങ് അങ്ങിൽ മാത്രമാണ് കർത്താവ്. ഹല്ലേലൂയ. പ്രൊമൈറ്റി മാസ്റ്റർ ഞങ്ങളെ പിതാവുമായിട്ട് റെക്കൺസൽ ചെയ്തതിനെ നന്ദി പറയുന്നു കർത്താവ്. എന്നെ കണ്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആരെങ്കിലും റിപ്പന്റ് ചെയ്യാത്തുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവത്തിലല്ലായും കർത്താവ്, അവർ തിരിച്ച് ദൈവത്തിലേക്ക് വരട്ടെ കർത്താവ്. കാരണം അത് കർത്താവ് അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാകത്തില്ല അവരുടെ ഉള്ളിൽ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ട് ഞാൻ ദൈവത്തെ മഹത്വം ഉണ്ടാകും.